വെൽക്കം ബാക്ക് ടു അപ്പി വ്ളോഗ്സർ. അപ്പോൾ നമ്മൾ വലിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു മാസമായി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വലിയ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ലുലു മാളിൽ ഇപ്പം 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ സെയിൽ നടക്കുകയാണ്. 50% ഓഫാണ് മിക്ക സാധനങ്ങൾക്കും. അപ്പോൾ നമുക്കിന്ന് ലുലു മാളിൽ ചെന്നൊന്ന് കറങ്ങി കാണണം. അതായത് സെയിൽ എന്തൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ട്, കുറേ വട്ടം പോയി, കഴിഞ്ഞ ആഴ്ചയും കൂടി പോയി. സോ ഈ ആഴ്ച പോകാൻ കാരണം സെയിൽ വന്നു. അപ്പം നമുക്ക് അതൊന്ന് വീഡിയോ എടുക്കാം. എന്തൊക്കെയാണ് സെയിൽ, എന്തൊക്കെ സാധനങ്ങൾ സെയിൽ കിട്ടും, നമുക്ക് എന്തൊക്കെ 50% ഓഫ് കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഫുള്ള് ഒന്ന് ചുറ്റിക്കറങ്ങാനിട്ട്, പിന്നെ മുകളിൽ TV ഷോറൂം, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കണം. പിന്നെ പല ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര വലിയ സെയിലാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ചെന്ന് നോക്കി നോക്കാം. നേരെ ലുലുവിലോട്ട് പോകാം. എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, ഇന്ന് ഭയങ്കര തിരക്കാണെന്നാണ് തോന്നുന്നത്. സൺഡേയും കൂടി ആയതുകൊണ്ട് എന്തായാലും നേരെ ലുലു മാളൊക്കെ ഇട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ നല്ല അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമ്മളിത് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ഹ്യൂമൻ ബീയിങ്ങിൽ നമുക്ക് ബൈ 1 get 1 ഫ്രീ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഹ്യൂമൻ ബീങ് എന്നാണ് പറഞ്ഞത്, ബീയിങ് ഹ്യൂമൻ. അങ്ങനെ അവിടെ കയറി നോക്കിയപ്പോൾ അത്യാവശ്യം വിലയും കോസ്റ്റ്ലി ആണെങ്കിലും നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നമുക്ക് എല്ലാം നല്ല വലിയ സൈസായിരുന്നു ഗൈസ്, വലിയ ആളുകൾക്കുള്ള ഡ്രസ്സായിരുന്നു ഇത്തിരി. എന്നാലും കൊള്ളാം, അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ബീയിങ് ഹ്യൂമനിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഗൈസ് നമ്മൾ പിന്നെ ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. അപ്പോൾ ബോസ്, അങ്ങനെ കുറേ കടകളിൽ ഇഷ്ടം പോലെ സ്റ്റോറുകളിൽ ഓഫേഴ്സ് ഉണ്ട്. ലുലു മാൾ, മാമ എർത്തുണ്ട്, പിന്നെ എനാമോറുണ്ട്, അങ്ങനെ കുറേ കടകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഈ ഷൂ കട, അങ്ങനെ ഒരുപാട് ഹഷ് പോപ്പീസിൻ്റെ ഷൂസ്. അങ്ങനെയാണ് ഗൈസ് നമ്മൾ ലുലു സെയിലിൻ്റെ മെയിൻ പ്ലേസിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മെയിൻ സെയിൽ. ഇങ്ങനത്തെ ബക്കറ്റ്സ്, ഇങ്ങനെയൊക്കെയാണ് വിലകൾ. 500 രൂപ ടോർച്ച്, 250 രൂപ. പിന്നെ പീച്ചിൻ്റെ വലിയ കുക്കർ, ചെറിയ കുക്കർ, പിന്നെ ചെഫ്ലൈൻ്റെ, അങ്ങനെ കുറേ ഐറ്റംസ് ഇപ്പോൾ അടുക്കി വച്ചിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ വന്ന് വാങ്ങിക്കാം. കാരണം ഇനി വാങ്ങിച്ചിട്ട് വരാൻ കാര്യമില്ല, കാരണം ഇതാണ് ലാസ്റ്റ് ഡേ. ഇന്നാണ് 7-ാം തീയതി. ഇനി അവർ സെയിൽ നീട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് അടുക്കി വെച്ചിട്ടുണ്ട് സെയിലിന് വേണ്ടിയിട്ട്. അതുപോലെ തിരക്കുമുണ്ട് ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. പിന്നെ കാർപ്പറ്റ്, അങ്ങനെ കുറേ സ്റ്റൗവ്, പിന്നെ അയൺ ബോക്സ്, ഹീറ്റർ, കെറ്റിലാണ് ഗൈസ്, കെറ്റിൽ. അങ്ങനെ ഞാൻ ഒരു PGൻ്റെ ഹോട്ട് കെറ്റിലെടുത്ത്. പിന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ലൈറ്റ്, ടോർച്ച്, വിയുവിൻ്റെ 7500 രൂപ സാധനം 3000 രൂപയ്ക്കാണ് സ്പീക്കർ തരുന്നത്. പിന്നെ അങ്ങനെ കുറേ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഹോം തിയേറ്റർ ആയാലും ഇഷ്ടം പോലെ സ്പീക്കർ ആയാലും. അങ്ങനെ നമ്മളിതാ കെറ്റിൽ എങ്ങനെയൊക്കെയോ കുറേ ക്യൂ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ലുലു ഫുള്ള് ചുറ്റി കാണാൻ പോവുകയാണ് ഗൈസ്. R&B എന്ന കടയാണിത്. ലുലു ഫാഷൻ ഷോയിൽ അത്യാവശ്യം സെയിലുണ്ടാകുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം ഗൈസ്. നോക്കാം എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ 2ാമത്തെ നിലയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് ഗൈസ്. എന്ത് ജനത്തിരക്കാണെന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ സെയിലിൽ നിന്ന് കെറ്റിൽ വാങ്ങിച്ച സ്ഥലത്തു നിന്നുള്ള വീഡിയോ ആണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇത്രയും ആൾക്കാരാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലുലു ഫാഷൻ സ്റ്റോറ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെളിയിൽ നിന്ന് എടുത്തു. കാരണം നമ്മൾ അകത്ത് കയറിയില്ല, ഡ്രസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ബാഗ്, സഫാരിയുടെ അത് പ്രത്യേകം വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്റ്റോറുകളിൽ സെയിൽ കാണിച്ചിട്ടുണ്ട്, 50% സെയിൽ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോൾ മനോഹരമായ കാഴ്ച. കുറേ ആളുകൾ നിറഞ്ഞു കൂടി നിൽക്കുന്നു ഗൈസ്.
അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ കണ്ട് ലിഫ്റ്റിൽ കയറി ഗൈസ്. നമ്മൾ മുകളിൽ കയറിയതിന് ശേഷം ലുലു കണക്റ്റിലോട്ടാണ് പോകുന്നത്. അവിടെ ഹോം അപ്ലയൻസസിനും പിന്നെ മറ്റു സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കാം, എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഗൈസ് ടി വിക്കൊക്കെ അത്യാവശ്യം വില കുറവുണ്ട്. വിയു സിനിമ 34,990 രൂപയാണ് ഗൈസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസിന് വിലയുണ്ട്. ഇവിടെ ഭയങ്കര അത്യാവശ്യം തിരക്കുറവ്. പിന്നെ iPhone 14, 15 എല്ലാം ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ഐഫോണിൻ്റെ ഉണ്ട്, iMac ഉണ്ട്. പിന്നെ ഇതാണ് iPhone 15. ഞാൻ പിന്നെ അടുത്ത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ iMac, ഇതൊക്കെയാണ് iMac. അപ്പം പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, സെയിലുണ്ട്. സോണിയുടെ 4,490 രൂപയ്ക്ക്. പിന്നെ അങ്ങനെ ഒരുപാട് വില കൂടിയ സാധനങ്ങളുണ്ട്. സോണിയുടെ തന്നെ മറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അതിനുശേഷം TV, ഇത് ക്യാമറയുടെ പരസ്യമാണ്. അതിന് JBL, അങ്ങനെ സ്പീക്കർ ഐറ്റംസ് തന്നെ കുറേ ഉണ്ട്. JBL അത്യാവശ്യം വില കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ എന്നിട്ട് അവർ നല്ല രീതിയിൽ സെയിലുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചില്ല, ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും സെയിൽ കാണുമെന്ന്. അങ്ങനെ അത്യാവശ്യം സെയിൽ അവർ കൊടുക്കുന്നുണ്ട് സെയിലിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ലുലു കണക്കിൽ ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ മ്യൂസിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കിതൊക്കെ പ്ലേ ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മളിതാ എനിക്ക് സ്പീക്കറോട്ട് പോകാനേ തോന്നി. അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഉണ്ടായി. പിന്നെ പേഴ്സണൽ മൈക്രോഫോൺ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം വില കുറവാണ്. എന്നാലും ഇതൊരു 31,000 രൂപയാണ്. 31,000 തികച്ച് വരും. ഇതാ AC ഓരോ കമ്പനിയായിട്ട് വോൾട്ടാസ്, ലോയിഡ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേസ് നമ്മൾ നേരെ ഫുഡിൻ്റെ സ്ഥലത്തോട്ട് വന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം സമയം 8 മണി എന്തോ ആയി, 8:30 എന്തോ ആയി. അങ്ങനെ നമ്മളിതാ ആദ്യം KFC നോക്കി, പിന്നെ സബ്വേ, അങ്ങനെ ഓരോരോ കട. ആദ്യം KFC കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എവിടെയെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ പിന്നീട് ബർഗർ കിങ് അങ്ങറ്റം കിടക്കുന്നുണ്ട്. അവിടെ ഓഫർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബർഗർ കിങ്ങിൽ. അപ്പോൾ അവിടുത്തെ ഓഫർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താന്ന് വിചാരിച്ച് നോക്കിയതാണ്. 2 ബർഗറും ഒരു ഐസ്ക്രീമേ വാങ്ങിച്ചുള്ളൂ. അത്യാവശ്യം നമ്മൾ കാണും ജസ്റ്റ് താഴെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടേ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാനായിരുന്നു വാങ്ങിച്ചത്. അത്യാവശ്യം കൊള്ളായിരുന്നു ഗൈസ് ബർഗർ. അത് കഴിഞ്ഞ് നമ്മൾ ബർഗർ കിങ്ങിൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ പഞ്ചൂറയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടാകും ജസ്റ്റ് നോക്കാനേ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ തികച്ച് ഞാനൊന്നും കണ്ടില്ല. പിന്നെ അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കുക, അതായത് ടിക്കറ്റ് എടുക്കുന്ന അവിടെ കുറച്ച് ഓഫേഴ്സ് പോലെ എഴുതി വച്ചിട്ടുള്ളത് പോലെ തോന്നി. ടേസ്റ്റ് ത്രിൽസ് എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചോദിച്ചാലേ നമുക്ക് ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അവർ എഴുതിയൊന്നും വെച്ചിട്ടില്ല. കാരണം ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഗെയിം കളിക്കാൻ കയറുന്നത്. പിന്നെ ഇതെല്ലാം അടച്ചൊക്കെ ഇട്ടേക്കാണ് ഗൈസ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗൈസ്. പഞ്ചൂറയിൽ ഇങ്ങനെ നടന്ന് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗെയിമിംഗ് സോണൊക്കെ കിട്ടില്ലാണ് കേട്ടോ. ഇതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ കുട്ടികൾക്കുള്ളതുകൊണ്ട് നമ്മൾ കയറിയില്ല ഗൈസ്, എന്ന് ചെയ്യും. അതിന് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നേരെ നമ്മളെ സ്ഥിരം സ്ഥലം ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നതാ. ഇപ്പോൾ 50% നമ്മൾ ആദ്യം കെറ്റിൽ വാങ്ങിക്കാൻ കയറിയ സ്ഥലമാണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കുറഞ്ഞ് ഇപ്പോൾ ഫുള്ള് ഹൈപ്പർ മാർക്കറ്റിലാണ്. എൻ്റെ പൊന്ന് ഗൈസ്, അവിടെ നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു ഗൈസ്. എന്ത് പറയാം, അവിടെ നമുക്ക് വ്ളോഗ് പോലും എടുക്കാനുള്ള സ്ഥലമായിരുന്നു. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയാണ് വ്ളോഗ് എടുത്തത്, കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ. കാരണം നിൽക്കാൻ സ്ഥലമില്ല ഗൈസ്. പിന്നെ അവിടുത്തെ ക്യൂവിനെ പറ്റി പറയാനേ പറ്റില്ല, കാരണം ഭയങ്കര ആളായിരുന്നു. ലാസ്റ്റ് ഡേയും കൂടി ആയതുകൊണ്ട് അത് സൺഡേ ആയിരുന്നു. എനിക്ക് തോന്നി ഇതിനേക്കാളും കൂടുതൽ ആളുകൾ ഞാൻ പ്രതീക്ഷിച്ച്. നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല ഗൈസ്. എല്ലാവരും ഓരോരോ ഐറ്റംസ് കൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇവിടെ തുടങ്ങുന്ന ക്യൂ ആണ് ഗൈസ്. ഇവിടെ തുടങ്ങുന്ന ക്യൂ അങ്ങ് അറ്റം വരെ വളഞ്ഞ് പോയേ അങ്ങ് എത്തൂ. ഇവിടെ നിന്ന് തുടങ്ങുന്ന ക്യൂ ആണ്, കേക്കിൻ്റെ സെക്ഷനിൽ നിന്നൊക്കെ തുടങ്ങുന്ന ക്യൂ. അങ്ങനെ ഗൈസ് ഒരുപാട് മണിക്കൂറുകളുടെ ശ്രമത്തിന് ശേഷം നമ്മൾ സാധനം വാങ്ങിച്ചു. ലുലുവിൽ വെളിയിറങ്ങി. പിന്നെ നമ്മൾ ലുലുവിനോട് ടാറ്റ പറഞ്ഞ് പോകാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ബാക്കി വീട്ടിൽ ചെന്ന് കാണാം. നമ്മൾ ലുലു പോയിട്ട് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എൻ്റെ ഗൈസ് സൂപ്പാട് പോയി ഗൈസ്. സെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ഇവർ 4-ാം തീയതി തുടങ്ങി 4, 5, 6, 4 ദിവസമേ ഉള്ളൂ സെയിൽ. അപ്പം പെട്ടെന്നാണ് സൺഡേയും കൂടിയാണ്. എനിക്ക് തോന്നി മിക്കവാറും നല്ല തിരക്കാണെന്ന് തോന്നി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും തിരക്ക്, നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. സോ നമ്മൾ കുറേ ലൈനൊക്കെ നിന്ന് വാങ്ങിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നത് വീട്ടിൽ. ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു. ലുലു പോയി കുറച്ച് അടിച്ച് പൊളിച്ചോ.
പിന്നെ ബർഗർ കഴിച്ചു ബർഗർ കിങ്ങിൽ നിന്ന്. ഫസ്റ്റ് ടൈമാണ് ബർഗർ കിങ്ങിൽ നിന്ന് ബർഗർ കഴിക്കുന്നത്. പിന്നെ കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും അബി വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ നല്ല കിടക്കച്ച് നമ്മുടെ ചാലഞ്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം എന്നറിയാം ചാലഞ്ച് വീഡിയോസ് ഇനി ഇടും. പിന്നെ കുറച്ച് കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്, വെറൈറ്റി കുക്കിങ്സ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യും. ഫ്രം അബി വ്ളോഗ്സ് ഞാൻ നിങ്ങളുടെ അഭിനവ്. ശരിയാണ്, ബൈ. കുറേയൊക്കെ പറഞ്ഞു കേസ്, കുറേ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അടുത്ത വീഡിയോ ഫുൾ എനർജി വരും. ശരിയാണ്.